പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും പിശാചുകളെ ബഹിഷ്കരിക്കാനും അപ്പോസ്തലന്മാരെ അധികാരപ്പെടുത്തി അയച്ച യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകരുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവം അതിശക്തമായ ഇടപെടലുകളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതാനും ചില സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് ലഭിക്കുന്ന നിരവധി ആളുകൾ കത്ത് വഴിയും ഫോൺ വഴിയും സജീവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അത്ഭുത സാക്ഷ്യങ്ങൾ എഴുതി അറിയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിരണ്ടെണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. തിരുവനന്തപുരത്ത് നിന്ന് ഗിരിജ കെ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ ശരീരത്തിൽ ചെറിയ കുരുക്കൾ ഉണ്ടായി, അതിനെ തുടർന്ന് ഭയങ്കരമായ ചൊറിച്ചിലും വേദനയുമായിരുന്നു. 5 വർഷമായി കഠിനമായ ചൊറിച്ചിലും അസ്വസ്ഥതയും അനുഭവിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ. ധാരാളം മരുന്നുകൾ കഴിച്ചു, വിവിധ ഡോക്ടർമാരെ മാറി മാറി കണ്ടു, എന്നിട്ടും രോഗം സുഖപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഏപ്രിൽ മാസം 29-ാം തീയതി ഞായറാഴ്ച രാത്രി 8:30 ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ
ആരാധനയുടെ സമയത്ത് എൻ്റെ യേശുവേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ യേശു ക്രിസ്തു എൻ്റെ രോഗം അന്ന് അത്ഭുതകരമായി എടുത്തു മാറ്റി. എൻ്റെ ശരീരത്തിലെ കുരുക്കൾ അപ്രത്യക്ഷമായി. പിന്നെ ഇതുവരെ ചൊറിച്ചിലും വേദനയും എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടില്ല. ഗിരിജാക്കെ തിരുവനന്തപുരത്ത് നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നത നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹം ജോസഫ് കൈപ്പള്ളിൽ ആലപ്പുഴയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. വളരെ നാളുകളായി മൂത്രാശയ രോഗം മൂലം വളരെ ക്ലേശിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. മൂത്രാശയ രോഗം മൂർച്ഛിച്ച് മൂത്രം പോകാൻ വളരെ ബുദ്ധിമുട്ടും വേദനയും അനുഭവിച്ചിരുന്നൊരു സാഹചര്യമായിരുന്നു എൻ്റേത്. പല മരുന്നുകളും പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തു നോക്കി, ഒന്നിനും ഫലമുണ്ടായില്ല. എല്ലാ ഞായറാഴ്ചകളിലും അഭിഷേകാഗ്നി പരിപാടി ടി വിയിൽ കാണുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. 2007 മെയ് 13 ഞായറാഴ്ച രാത്രി 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം മുതൽ എൻ്റെ മൂത്രാശയ രോഗത്തിന് അത്ഭുത വ്യതിയാനം വന്നു തുടങ്ങി. ഇന്ന് ഞാൻ സൗഖ്യം അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പരിശുദ്ധാത്മാവിനും യേശു ക്രിസ്തുവിനും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ മൂത്രാശയ രോഗം എന്നിൽ നിന്ന് വിട്ടുപോയതിന് ഞാൻ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആലപ്പുഴയിൽ നിന്ന് ജോസഫ് കൈപ്പള്ളിൽ എന്ന വ്യക്തി അറിയിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, മൂത്രാശയ രോഗം മൂർച്ഛിച്ച് മൂത്രം പോകാൻ പോലും തടസ്സം അനുഭവപ്പെട്ടിരുന്ന, അങ്ങനെ പീഡ അനുഭവിച്ചിരുന്ന വ്യക്തി അഭിഷേകാഗ്നി ആരാധനയുടെ സമയത്ത്, അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കർത്താവേ യേശുവേ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ വർഷങ്ങളായുള്ള മൂത്രാശയ പീഡ സൗഖ്യമായി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം ഉണ്ടായി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബത്തിലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മ വ്യൂഹങ്ങൾ കൂട്ടത്തോടെ, പൈശാചിക വ്യൂഹങ്ങൾ കൂട്ടത്തോടെ ഭവനങ്ങളിൽ നിന്ന് ഓടിയിറങ്ങി പോകുന്നതിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ഇപ്പോൾ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. ഇപ്പോൾ ശക്തിയോടെ യേശുവിനെ വിളിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഇത് കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, പുത്രൻ്റെ നാമമഹത്വത്തിന് വേണ്ടി, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തി ഇറങ്ങട്ടെ. ഇടിമിന്നൽ പോലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. തലമുറകളായി വ്യത്യാസമില്ലാത്ത രോഗങ്ങൾ, തലമുറകളുള്ള പാരമ്പര്യ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മനോവ്യതകൾ, നിരാശകൾ, ദുഃഖപീഡകൾ, വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ചിന്തകൾ, പൈശാചികമായ ദുർപീഡകൾ യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, ധ്യാനം കൂടാൻ, ദൈവത്തെ ആരാധിക്കാൻ, ബലിയർപ്പിക്കാൻ, ദേവാലയത്തിലേക്ക് പോകാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തടസ്സമായി പിശാച് ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അഴിച്ചുവിടുന്നു. വിടുതലുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ മറുതലിക്കുന്ന ചിന്തകളും മല്ലടിക്കുന്ന ചിന്തകളും പീഡിപ്പിക്കുന്ന ഓരോരുത്തരിൽ നിന്ന് എല്ലാ വികട ചിന്തകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത അഭിഷേകം പ്രവഹിക്കട്ടെ. കർത്താവിൻ്റെ അത്ഭുത കൃപ പ്രവഹിക്കട്ടെ. ഉണർവിൻ്റെയും കൃപയുടെയും അഭിഷേകം സകല കുടുംബങ്ങളുടെ മേലും പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഏതെങ്കിലും മകനോ മകൾക്കോ ഇപ്പോൾ ഈ കൂട്ടായ്മയോട് ചേരാൻ തടസ്സമായി എന്തെങ്കിലും തടസ്സത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തടസ്സങ്ങൾ മാറി ദൈവമക്കൾ കൂട്ടായ്മയിലേക്ക് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. അവൻ തൻ്റെ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനുമായി അവൻ അവരെ അയച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുക്രിസ്തു തൻ്റെ ദൗത്യം തൻ്റെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്ത് അവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ അവർക്ക് വ്യക്തമായി കൊടുക്കുന്ന അത്ഭുതകരമായ
ചില അഭിഷേകങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കാണുന്നത്. അവൻ സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരം കൊടുത്തു. 2 രോഗങ്ങൾ സുഖപ്പെടുത്താൻ അധികാരം കൊടുത്തു. 3 സുവിശേഷം പ്രസംഗിക്കാൻ അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ദൈവിക ശുശ്രൂഷ, കർത്താവ് തെരഞ്ഞെടുത്ത ഒരു ദൈവദാസൻ ചെയ്യുന്ന ശുശ്രൂഷ അധികാരത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും ശുശ്രൂഷയത്രേ. ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക, പിശാചുകളെ ബഹിഷ്കരിക്കുക, ഈ വിധമുള്ള അതിശക്തമായ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടി സേവിക്കുന്ന ശുശ്രൂഷയത്രേ ദൈവരാജ്യ പ്രവർത്തനം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ അടുത്ത കാലത്തായി ചിലർക്ക് ഇതിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട്. ഇല്ലെങ്കിൽ ശരിയായ ധാരണയാണ് ഉള്ളതെങ്കിലും തെറ്റിദ്ധാരണ സമൂഹത്തിൽ പരത്തുന്ന ചില ലേഖനങ്ങളും, സമൂഹത്തിൽ പരത്തുന്ന ചില സംസാരങ്ങളും, സമൂഹത്തിൽ പരത്തുന്ന ചില പ്രബോധനങ്ങളും ചില വ്യക്തികൾ നടത്തുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇതൊക്കെ ചെപ്പിടി വിദ്യയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുന്ന വലിയ അത്ഭുതങ്ങളെ അവർ വിശേഷിപ്പിക്കുകയാണ് ഇതൊക്കെ ചെപ്പിടി വിദ്യയാണ്. പ്രൈസ് ദി ലോർഡ്. മറ്റു ചിലരുടെ വിശേഷണമാകട്ടെ ഇതൊക്കെ സൈക്കോളജിയുടെ ഒരു പ്രതിഭാസമാണ്, അല്ലാതെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം ഇല്ല പോലും. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ആധികാരികമായി ഒന്ന് പഠിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു വ്യക്തിയെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ നൽകുമ്പോൾ അത് സൈക്കോളജിയായി മാറുന്നത്? ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഇതാ 9 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്ന സാൻഡോയും സിന്ധുവും അവർ 12/11/2005 സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവർക്ക് അത്ഭുതം ഉണ്ടാകാൻ വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ കുടുംബത്തിൽ അത്ഭുതം സംഭവിച്ചു. 12/10/2006 അവർക്ക് കുട്ടി ജനിച്ച് ആ കുടുംബത്തിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെ എന്ത് സൈക്കോളജി എന്നാണ് വിശേഷിപ്പിക്കുക? ഹല്ലേലൂയ. ഇതാ മറ്റൊരു വ്യക്തി, ഒരു തോന്നിപ്പാണ്. പല ആളുകൾക്കൊരു ധാരണയുണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള രോഗശാന്തി എന്ന് പറഞ്ഞാൽ ഒരു തോന്നിപ്പാണ്, ഒരു തോന്നലാണെന്ന്. ഇതാ മറ്റൊരു വ്യക്തി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്? എൻ്റെ പേര് ജോളി, ഞാൻ അരുവിത്തറ സ്വദേശിയാണ്. സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ 2007 ഏപ്രിൽ 15 ധ്യാനം കൂടി. ധ്യാനത്തിൽ വെച്ച് എൻ്റെ പപ്പായ്ക്ക് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ പപ്പായുടെ ഒരു കിഡ്നിയിൽ 6 സ്റ്റോണും മറ്റേ കിഡ്നിയിൽ 3 സ്റ്റോണും ഉണ്ടായിരുന്നു. 6 മില്ലിമീറ്റർ തുടങ്ങി വലുപ്പമുള്ള സ്റ്റോണുകളായിരുന്നു അവ. ഡോക്ടർമാർ വേദന സംഹാരി മാത്രമേ കൊടുക്കുകയുണ്ടായിരുന്നുള്ളൂ. ഗുളിക കഴിച്ച് നേരത്തോട് നേരം ആകുമ്പോൾ വീണ്ടും ശക്തമായ വേദന വന്ന് എൻ്റെ പപ്പ പുളയുമായിരുന്നു. പപ്പ എന്നെ ധ്യാനത്തിന് വിട്ടപ്പോൾ യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നോട് അഭ്യർത്ഥിച്ചു. ഞാൻ ധ്യാനത്തിൽ വെച്ച് പപ്പായ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ധ്യാന സമയത്ത് കിഡ്നി സ്റ്റോൺ രോഗമുള്ള ഒരു വ്യക്തിയെ യേശു സുഖപ്പെടുത്തുന്നതായി സന്ദേശം ഉണ്ടായി. ഞാൻ നന്ദി പറഞ്ഞ് ഭവനത്തിലെത്തി. അപ്പോൾ പപ്പായ്ക്ക് വയറുവേദന അനുഭവപ്പെടുന്നതായി പപ്പ ഞങ്ങളോട് പറഞ്ഞു. ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എറണാകുളത്തുള്ള PVS ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ഡോക്ടർമാരെ കാണിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് വീണ്ടും ഒരു സ്കാനിങ് കൂടെ നടത്തി. അപ്പോൾ 2 കിഡ്നിയിലും ഒറ്റ സ്റ്റോൺ പോലും ഇല്ല എന്ന് ഡോക്ടർമാർ വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോമസ് മാതേക്കൽ എന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അത്ഭുതമാണിത്. ഈ വ്യക്തിക്ക് വേണ്ടി ഈ വ്യക്തിയുടെ മകൾ ധ്യാന കേന്ദ്രത്തിൽ യേശുവിൻ്റെ നാമം വിളിച്ചപ്പോൾ ഈ വ്യക്തിയുടെ 2 കിഡ്നികളിലുമായി ഉണ്ടായിരുന്ന 9 സ്റ്റോൺ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോയി. 3 ദിവസങ്ങൾക്ക് ശേഷം PVS ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരൊറ്റ സ്റ്റോൺ പോലും കിഡ്നിയിൽ ഇല്ലാത്ത വിധം ഈ വ്യക്തി അത്ഭുത സൗഖ്യം പ്രാപിച്ചു. ഇതിനെ നിങ്ങൾ എന്ത് തോന്നിപ്പെന്നാണ് പറയണത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ 100 കണക്കിന് 1000 കണക്കിന് പ്രകടമായ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കുമ്പോൾ ചിലർ അതിനെ വിളിക്കുന്നതാണ് തോന്നിപ്പ്, മറ്റു ചിലർ അതിനെ വിളിക്കുന്നതാണ് സൈക്കോളജിക്കലായുള്ള ചില ചെപ്പിടി വിദ്യകൾ. ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായ പാപമാണെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 20 തൊട്ട് 30 വരെ വാക്യങ്ങൾ. യേശുക്രിസ്തു ഒരു ഭവനത്തിൽ പ്രവേശിച്ചു.
ഒരുപാട് രോഗികളും പിശാചി ബാധിച്ചിട്ട് അവിടെ വന്നു. യേശു ക്രിസ്തു അവരെല്ലാം സുഖപ്പെടുത്തി. അവന് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്ത വിധം അവൻ വിടുതലിൻ്റെ ശുശ്രൂഷകളെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ്റെ കുടുംബക്കാർ അവനെ അന്വേഷിച്ച് വന്നു. അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ ബന്ധിച്ചു കൊണ്ടുപോകാൻ അവർ ഒരുമ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫരിസയ പ്രമാണിമാരും നിയമജ്ഞരും പുരോഹിത പ്രമുഖന്മാരും അവനോട് എതിരിട്ടു. അവൻ പറഞ്ഞു, ഇവൻ ഈ ചെയ്യുന്ന അത്ഭുതങ്ങൾ, ഇവൻ ഈ ചെയ്യുന്ന പൈശാചിക ഉച്ചാടനങ്ങൾ, ഭൂതോച്ചാടനങ്ങൾ, ഇത് ബേൽസബൂലിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഇന്നത്തെ ഈ സ്വഭാവം, ഈ ഇടർച്ച വെക്കുന്ന ഈ ദുരുപദേശം കൊണ്ടുള്ള സ്വഭാവം യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇവൻ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ മനസ്സിനെ നോവിച്ചു. യേശു ക്രിസ്തുവിൻ്റെ മനസ്സ് നൊന്തു. യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, മനുഷ്യർ പറയുന്ന എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം ക്ഷമിക്കപ്പെടുകയില്ല. അവൻ നിത്യ പാപത്തിന് ഉത്തരവാദിയാവും. എന്നിൽ ഇടർച്ച ഉണ്ടാത്തവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുന്ന വിടുതലിൻ്റെ പ്രവൃത്തികൾ, അതിനെ നാം നിന്ദിക്കരുത്, അതിനെ നാം നിഷേധിക്കരുത്. ഇത് പാപമത്രേ, പാപം. ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവനായാലും ഏത് അധികാര ശ്രേണിയിൽപ്പെട്ടവനായാലും പാപം ചെയ്യുന്നത് പാപം തന്നെയാണ്. ദൈവസന്നിധിയിൽ മുഖംനോട്ടയില്ല, ദൈവസന്നിധിയിൽ മുഖംനോട്ടയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദര, നീ ഇന്നൊരു പൊസിഷനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നീ ഇന്നൊരു ജ്ഞാനിയായി ഇരിക്കുന്നുണ്ടെങ്കിൽ, നീ ഇന്നൊരു അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നീ ഇന്നൊരു ജീവിതാന്തസ്സിലുണ്ടെങ്കിൽ, അത് ദൈവം നൽകിയ ദാനമാണെന്ന് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം പറയുന്നതിന് തുല്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുന്ന ശക്തമായ പ്രവൃത്തികളെയും അത്ഭുതങ്ങളെയും നിഷേധിച്ചുകൊണ്ടുള്ള മനോഭാവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ നാമത്തിൽ ഈ അത്ഭുതങ്ങൾ നടക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദൈവ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് വെറും ഉപദേശം കൊടുക്കാനുള്ള വ്യക്തിയാണെന്ന് ചിന്തിക്കരുത്. വെറും ഉപദേശം മാത്രമല്ല ദൈവരാജ്യ പ്രവർത്തനം. ദൈവരാജ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഉപദേശത്തോടൊപ്പം ശക്തമായ പ്രവൃത്തികളുടെയും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയുള്ള ശക്തമായ ദൈവത്തിൻ്റെ ശുശ്രൂഷയത്രേ ദൈവരാജ്യവേല. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് ഒരു ദൈവരാജ്യ വേലക്കാരൻ ഉപദേശം കൊടുക്കുമ്പോൾ, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്യുന്നത്? അത് മറ്റൊന്നിനു വേണ്ടിയല്ല, ദൈവജനത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അത്രേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവജനം, പാപത്തിലിരിക്കുന്ന ദൈവജനത്തോട് വെറും ഉപദേശം കൊടുത്താൽ അവർ ദൈവത്തിലേക്ക് മടങ്ങി വരണം നിർബന്ധമില്ല. ദൈവത്തിലേക്ക് മടങ്ങി വരണം നിർബന്ധമില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 38-39 വാക്യങ്ങൾ, 400ഓളം ബാലിൻ്റെ പുരോഹിതന്മാരും അസംഖ്യം ജനങ്ങളും ബാൽദേവനെ ആരാധിച്ച് അന്ധകാരത്തിൽ കടക്കുമ്പോൾ ഏലിയ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നത് പാപമാണ്, നിങ്ങൾ അന്ധകാരം വിട്ട് സത്യദൈവത്തിലേക്ക് മടങ്ങി വരണം. എന്നാൽ ഒരൊറ്റ ജനം പോലും മടങ്ങി വരാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഏലിയ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ അതിശക്തമായ ഒരു അത്ഭുതം ചെയ്തു. അതാണ് 1 രാജാക്കന്മാർ 18, 39, 40 വാക്യങ്ങൾ. അവൻ പ്രാർത്ഥിക്കുകയും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസന്റെ കൂടെ ശക്തമായ പ്രവൃത്തികളും ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടലുകളും അകമ്പടി സേവിക്കും. ആ ജനം കൂട്ടത്തോടെ അനുദപിച്ച് സത്യദൈവത്തിലേക്ക് പിന്തിരിഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനസാന്തരത്തിന് വേണ്ടിയാണ് ദൈവനാമത്തിൽ ശക്തമായ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. ഉപദേശം കൊടുക്കുന്നവർ ദൈവനാമത്തിൽ വീര്യപ്രവർത്തികൾ ചെയ്യാൻ കൂടെ വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചിലർ അതിനെ എതിർക്കുന്നു. ആരാണവർ? എന്താണ് അവരുടെ ഉദ്ദേശം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജനം മാനസാന്തരപ്പെടാൻ ആത്മഭാരമില്ലാത്തവർ. വേറൊരു വാക്കി പറഞ്ഞാൽ പിശാചും അവരുടെ സന്തതികൾക്കും അത്രേ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ ചതുർത്ഥിയായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കണം, എൻ്റെ ജീവിതകാലത്ത് എൻ്റെ മനസ്സിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രവൃത്തികളെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ശുശ്രൂഷയെക്കുറിച്ച് എന്തു മനോഭാവമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്? ആരുടെ ഉപദേശമാണ് എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത്? ജീവിക്കുന്നവനായ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണം, നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തണം, നിങ്ങൾ പിശാചുകളെ ബഹിഷ്കരിക്കണം. ഈ ഉപദേശത്തിന് ഹൃദയത്തിൽ സ്ഥാനമുണ്ടോ? പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവരത് ആവേശത്തോടെ സ്വീകരിച്ച്, അപ്പോസ്തല പ്രവർത്തനം 4:30 അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി ഹൃദയം നൊന്ത് വേദനയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിതാവേ, പരിശുദ്ധനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുവാൻ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ആദിമസഭയ്ക്ക് ഇത് വലിയ അഭിമാനമായിരുന്നു, അപ്പോസ്തലന്മാർക്ക് ഇത് അഭിമാനമായിരുന്നു, യേശുവിന് ഇത് അഭിമാനമായിരുന്നു. പിന്നെ എന്നാണ് ഇത് നാണക്കേടായി മാറിയത്? ഒരു ദൈവദാസൻ ഒരു സഭയുടെ ശുശ്രൂഷയിൽ, ഒരു ദൈവദാസന്റെ ശുശ്രൂഷയിൽ, ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും സാധ്യമാണ്. മുരിങ്ങൂർ നടക്കുന്ന സംഭവങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും തന്നെ. അനേകം ധ്യാനകേന്ദ്രങ്ങൾ നടക്കുന്ന അത്ഭുതങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള അടയാളങ്ങൾ തന്നെ. അനേകം ധ്യാന ടീമുകൾ ധ്യാനിപ്പിക്കുമ്പോൾ നടക്കുന്ന ശക്തമായ വിടുതലിൻ്റെ അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ തന്നെ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, വികടചിന്തകളെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു കളയണമേ. പിതാവ് നടാത്ത എല്ലാ ചെടികളും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പിഴുതു മാറ്റണമേ. ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ എടുത്തു കളയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാ ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങളെയും അവിടുന്ന് ഈ നിമിഷം പരിശുദ്ധാത്മാവിനാൽ സൗഖ്യപ്പെടുത്തണമേ. ഹൃദയങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിടിവിച്ച് പ്രകാശത്തിലേക്ക് നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ, നന്ദി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ കെട്ടുകളും അഴിയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം, സ്തോത്രം. യേശുവേ, നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ സന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ ഓരോ കുടുംബങ്ങളും പ്രാർത്ഥിക്കുക. ദൈവമേ, ഹൃദയം തുറന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കണമേ. കുടുംബം കുടുംബമായി അനുഗ്രഹിക്കണമേ. വംശങ്ങൾ വംശങ്ങളായി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഓരോരോ വംശങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും അങ്ങയുടെ കൃപാവരങ്ങൾ സമൃദ്ധമായി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അങ്ങയുടെ നാമത്തെ വിശ്വസിക്കാൻ, അങ്ങയുടെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ വിശ്വസിക്കാൻ, അങ്ങയുടെ നാമത്തിലുള്ള അടയാളങ്ങൾ ബോധ്യപ്പെടാൻ, അങ്ങയുടെ നാമത്തിലുള്ള ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ബോധ്യപ്പെടാൻ ഓരോ കുടുംബങ്ങൾക്കും കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ മണ്ഡലത്തിൽ കുടുംബങ്ങളെ പീഡിപ്പിക്കുന്ന പീഡക ശക്തികളെ കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ നിർവീര്യമാക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നുള്ള പീഡക ശക്തികൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കാൻ, ദൈവമക്കൾക്ക് ധ്യാനം കൂടാൻ, ദൈവമക്കൾക്ക് ദൈവത്തെ ആരാധിക്കാൻ, ദൈവമക്കൾക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അവിശ്വാസ കെട്ടുകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ മാസികകളിലൂടെയും വിവിധ വ്യക്തികളുടെ പ്രബോധനങ്ങളിലൂടെയും ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ ഏതെങ്കിലും മക്കളുടെ ഹൃദയങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും മക്കളുടെ ഹൃദയങ്ങളിൽ പിതാവ് നടാത്ത ചെടികളുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ബോധ്യങ്ങൾ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ കിടക്കകൾ വിട്ട് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർവാദ രോഗികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്യാൻസർ രോഗങ്ങളിലേക്ക് യേശുവിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിരാശകളും ആത്മഹത്യ ചിന്തകളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒഴിഞ്ഞു മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിങ്ങളുടെ ശക്തി ദൈവജനത്തിന് മേൽ, ദേശങ്ങളുടെ മേൽ, സമൂഹങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രോഗികളായ കുഞ്ഞുങ്ങൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവേ, യേശുവേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ രോഗികളായിരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇതാ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രോഗമുള്ള ഇടങ്ങളിൽ, രോഗമുള്ള വ്യക്തികളിൽ കൈകൾ വെച്ച് ഓരോ മകനും ഓരോ മകളും അത്ഭുത സൗഖ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങൾ രോഗികളുടെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക് അത്ഭുത ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. ജോലി തർക്കങ്ങൾ നിങ്ങളുടെ നാമത്തിൽ
മാറിപ്പോകട്ടെ. എല്ലാ തടസ്സങ്ങളുടെ കെട്ടുകളും അഴിഞ്ഞു മാറി കുടുംബങ്ങളിൽ ഉത്സവം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, ആനന്ദങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അത്ഭുതങ്ങൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് സിസ്റ്റർ ടിസി, കണ്ണൂരിൽ നിന്ന് വരുന്നു. എനിക്ക് വർഷങ്ങളായിട്ട് കഠിനമായ തലവേദനയായിരുന്നു. കൊടിഞ്ഞി തലവേദന എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ അറിയില്ല. അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ. കാരണം ഛർദി, കണ്ണ് തുറക്കാൻ പറ്റിയല്ല, തോർത്ത് കെട്ടി ഇങ്ങനെ കിടപ്പാണ്, ഒട്ടും വെട്ടം കാണത്തില്ല, അങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ പറ്റിയല്ല. അപ്പം ഞാൻ കൗൺസിലിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലീവ് എടുക്കത്തില്ല. ആൾക്കാർ ദൂരെ നിന്ന് വന്ന് അപ്പം ക്ലയൻസ് വന്നിരുന്നാൽ ഈ ഛർദി ആയിരിക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൗൺസിലിങ്ങിന് ആളെ ഇരുത്തുമ്പോൾ വാഷിംഗ് ബേസിന് ഞാൻ ഛർദ്ദിക്കും. അങ്ങനെ അത്ര സിവിയർ ആയിരുന്നു എൻ്റെ അസുഖം. കർത്താവിനെ പൂർണ്ണമായി സുഖപ്പെടുത്തി. ഈ ധ്യാനത്തിൽ വെച്ച് വലിയ ഗൗരവമുള്ള ഈ രോഗപീഠ ഈശോ അത്ഭുതകരമായി കുറേ വർഷങ്ങളുള്ളതല്ലേ? ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഈ രോഗപീഠ ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.